സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ്. ഔറി റഹ്മാൻ. ഞാൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപിലെ അമിനി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത്. ലക്ഷദ്വീപ് പോലെയുള്ള വളരെ റിമോട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും എന്നെപ്പോലൊരു കലാകാരന് അവസരം നൽകിയ കോമഡി ഉത്സവം സൂപ്പർ സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പോലീസിലാണോ? അതെ. എങ്ങനെ മനസ്സിലായി? അല്ല, പിടുത്തം സലിമേട്ട നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ നിമിഷം. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞോളൂ. ലക്ഷദ്വീപിൽ നിന്നാണ് വരുന്നത്. സലിമേട്ടൻ മലയാളികൾക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ഞങ്ങളെ ലക്ഷദ്വീപിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് സലിമേട്ടൻ മണവാളനാണ്, പ്രിയപ്പെട്ട മണവാളനാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. വളരെ സന്തോഷം. അവസരം തന്നവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത്ര സോഫ്റ്റ് ആണോ പോലീസുകാരൻ? ശരിക്ക് പോലീസുകാരൻ സോഫ്റ്റ് ആണ്, കലാകാരനായതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയി. ലക്ഷദ്വീപിലെ പോലീസുകാരെന്ന് വെച്ചാല് അവിടെയൊക്കെ പാവങ്ങളാ. ലക്ഷദ്വീപിലെ എല്ലാവരും പാവങ്ങളാ. അവിടെ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. സത്യം? എന്ത് കുറ്റകൃത്യം? അപ്പൊ ഒരു പോലീസുകാരനെ ഇങ്ങനെ തല്ലിയ ഉപദ്രവിക്കില്ല? അത് ഇവിടെ വെച്ച് ഉപദ്രവിക്കാം, ലക്ഷദ്വീപിൽ ഉപദ്രവിക്കില്ല. അവിടുത്തെ ഭാഷ, അതായത് അവിടെ ജസരി എന്ന് പറയുന്നൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഭാഷയുണ്ട്, മഹൽ, ജസരി. അപ്പോൾ ജസരി എന്ന് പറയുന്നത് അവിടെ ലിപിയില്ലാത്തൊരു ഭാഷയാണ്. നമ്മളെ മലയാളവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷ. ജസരിയിലുള്ള കുറച്ച് ട്രഡീഷണൽ സോങ്സ് ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കുന്നു. വീളുത്ത മണ്ണ് ശീരിച്ച് വിളങ്ങും നാട്, അസകേറും ലക്ഷദ്വീപ് ഞങ്ങളെ നാട്. വില്ലമെന്ന കുതിരത്തിന് ഉടമ നാട്, ഇന്ത്യ നാടിൻ പൂക്കൾ നമ്മളെ പിരിശ നാട്. വീളുത്ത മണ്ണ് ചിരിച്ച് വിളങ്ങും നാട്, അസകേറും ലക്ഷദ്വീപ് ഞങ്ങളെ നാട്. പൊട്ടിക്കരയുണ്ടോളോ മനപ്പൂവി, എന്നും കരയുണ്ടേ ഓ മനപ്പൂവി. പൊട്ടിക്കരയുണ്ടോളോ മനപ്പൂവി, എന്നും കരയുണ്ടേ ഓ മനപ്പൂവി. നമ്മായിയോടം കൊടുക്കണ്ടി ബാപ്പ, നന്ന ബാക്കിൽ ബാപ്പ ഓടമ്പില്ലായേ. അക്കാറ്റും കാറ്റില്ല, ഇക്കാറ്റും കാറ്റില്ല, കീളാവടക്കെ പോയി വീശിയടിയല്ല കാറ്റ്. അക്കാറ്റും കാറ്റില്ല, ഇക്കാറ്റും കാറ്റില്ല, കീളാവടക്കെ പോയി വീശിയടിയല്ല കാറ്റേ. കാറ്റേ 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 ലങ്കന്നിക്കാറ്റേ, നീയുണ്ടോ ഞങ്ങളെ ബലിയോടം കണ്ടി. നാം കണ്ട മംഗലാപുരത്ത്. പതുക്കെ അസലായിരുന്നു. ഇനി എന്താണ്? ഇനി ഒരു പഞ്ചാബി സോങ് ആണ്.
എനിക്ക് മക്കളെ ഞാൻ പേടിച്ചിരിക്കായിരുന്നു. അതല്ല എനിക്ക് പേടി എന്തായിരുന്നോ, ഇവര് കേറി വാളൊക്കെ എടുത്തിട്ട് എയറിലും മറിഞ്ഞ്. മോനെ വാ. താങ്ക് യു. ലക്ഷദ്വീപ് ഓ വളരെ നന്നായിരിക്കുന്നു. ലക്ഷദ്വീപിൽ ഞാനൊരു 10 ദിവസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നാടാണ് ലക്ഷദ്വീപ്. അത് ഞാൻ പറഞ്ഞു, അവിടെ കുറ്റകൃത്യങ്ങളൊന്നും ആരും അങ്ങനെയൊന്നും ഇല്ല. ക്രിമിനൽസ് ഇല്ലാതെ അതെ. ക്രൈം കുറവാണ്, ക്രൈം ഇല്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സലീമേട്ടൻ. സലീമേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയാം. അതിലും വലിയ സന്തോഷം എനിക്ക് കിട്ടാനില്ല. വളരെ സന്തോഷം. സലീമേട്ടന്റെ ലുക്കും ആ ഒരു പഞ്ചാബി സ്റ്റൈലായിരുന്നു. ഞാൻ ലക്ഷദ്വീപിനോടുള്ള എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ലേ ഈ ഡ്രസ്. പോലീസുകാരനോടാണ് പറയണതെന്ന് ഓർക്കണം. സിനിമയുടെ വർക്ക് എന്തോ സംബന്ധമായിട്ട് നാഷണൽ അവാർഡോ അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ അറിഞ്ഞു. എന്താണ്? സലീമേട്ടാ, ഞാൻ എന്തായിരുന്നു സിഞ്ചാർ എന്ന് പറയുന്ന ഒരു പടം, അതിപ്പോൾ കഴിഞ്ഞ നാഷണൽ അവാർഡ് 2 നാഷണൽ അവാർഡ് കിട്ടി, 13 ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പാമ്പള്ളി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി കോഴിക്കോടുകാരനാണ്. ആ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ഷൻ ചെയ്തു. ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തു, വില്ലനായിരുന്നു. പിന്നെ എന്തായിരുന്നു ആ പടത്തിലെ സംഭാഷണത്തിൽ അദ്ദേഹത്തിന് കൂടെ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വളരെ നല്ല സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ. മലയാളമാണത്. അത് ജെസിറിയിലാണ്. നമ്മൾ ഇപ്പോൾ ലക്ഷദ്വീപിന്റെ ഭാഷയിലുള്ള ആദ്യത്തെ സിനിമയാണത്. ഇത് ദാണ്ടാ കേരള പോലീസ്. കേരള പോലീസ് അല്ല, ലക്ഷദ്വീപ് ഇപ്പൊ ഇവിടെ അല്ലേ? അല്ല, ഞാൻ ലക്ഷദ്വീപ് പോലീസ്. ഇപ്പൊ ഇവിടെ അല്ലേ? അതുകൊണ്ട് കേരള പോലീസ് അങ്ങനെയൊക്കെ മാറ്റാലോ. എവിടുത്തെ കാര്യത്തിലാണ്? Yeah.